എല്ലാവർക്കും ഹോക്രാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 27/10/2025. ഒരു മാസം കൂടി നമ്മളെടുത്തുനിന്ന് ഈ 2025 നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. സമയം എത്ര വേഗത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അളക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഞാൻ നിങ്ങളോടായി പറഞ്ഞുകൊള്ളട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കും അതുപോലെ മറ്റുള്ളവർക്കും എല്ലാം നല്ലത് തന്നെ വരുത്തട്ടെ അല്ലെങ്കിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രധാന പ്രശ്നം നമുക്ക് മോട്ടിവേഷൻ കിട്ടാത്തതോ അതൊന്നുമല്ല, നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതാണ് കൂടുതൽ ആളുകളുടെയും പ്രശ്നം. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡിസിപ്ലിനോടുകൂടി എഴുന്നേൽക്കുന്നുണ്ട്, രാവിലെ പ്രഭാത കർമ്മങ്ങളും എല്ലാം ചെയ്ത് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒരു ഹയർ ലെവലിലോട്ട് എത്താൻ പറ്റണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ ഡിസിപ്ലിനായിരിക്കും. പക്ഷെ കുറച്ച് അതിനപ്പുറത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഡെയിലി ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ രാത്രികളിൽ നമ്മൾ ചെയ്യുന്ന ജോലികളാണ് നമ്മുടെ സ്വപ്നത്തിലോട്ട് നയിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നൈറ്റ് ആകുമ്പോൾ എനിക്ക് എൻ്റേതായ ഞാൻ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുകയും അത് ചോദിക്കുന്നവർക്ക് അതിൻ്റെ ഉത്തരം കൊടുക്കാൻ പാകത്തിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ അത് ഭാവിയിൽ എനിക്ക് വളരെയധികം ഗുണത്തിൽ വരുന്ന കാര്യമാണ്. പിന്നെ മൊബൈൽ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അത് പഠിക്കലും അത് സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ഷോപ്പ്, ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് പ്രൊഡക്റ്റീവായിട്ട് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ചിന്തിച്ചു വയ്ക്കുന്നത് അതെന്താ പറയുക, എൻ്റെ ഒരു ദിവസത്തെ ചിന്തകളിൽ പ്രൊഡക്റ്റീവ് ആക്കണം, ഞാൻ എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകണം എന്നുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും അതും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇൻഷുറൻസ് ഏജൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സാധിക്കും. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. പോളിസി ബസാർ, ടേർട്ടിൽ മിൻറ്റ്, അതേപോലെ എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും കോഡ് എടുക്കാൻ നമുക്ക് അവസരമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ടായിട്ട് നമ്മൾ ചെയ്യാത്തതാണ്. ഓപ്പർച്യൂണിറ്റീസ് ഇറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് പാർട്ട്, ബട്ട് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ അവർ സറൗണ്ടിങ്സ് ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ എ വേ ദാറ്റ് വി നീഡ് എൻ ഓപ്പർച്യൂണിറ്റി. ആ ഒരു രീതിക്ക് കണ്ടാൽ മാത്രം നമുക്കത് കയ്യിലോട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം ഞാൻ പലരെയും പ്രചോദനം കൊടുത്ത് പലർക്കും ഇൻഷുറൻസിൻ്റെ മേഖല കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്ത് പലരും ചെയ്യുന്നുണ്ട്. ജിബു സാറ്, അതേപോലെ തന്നെ ദൂരത്തുള്ള നുജീബുക്ക, അങ്ങനെ പലരും എൻ്റെ ഒരു സജഷൻ കൊണ്ട് അവർ ഇൻഷുറൻസുമായിട്ട് ഫീൽഡ് ക്ലബ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻകം മാത്രം വെച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും അൺസ്റ്റേബിൾ ആയിട്ടാണ് പോവുക. പക്ഷെ മൾട്ടിപ്പിൾ ആയിട്ടൊരു സ്രോതസ് കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറച്ചും കൂടി വിപുലീകരിച്ച് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ഇൻകത്തിനെ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബർ മോഡൽ ബിസിനസ്സാണ്. യൂട്യൂബ് ആണെന്നുണ്ടെങ്കിൽ ശരി, ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ശരി. ഇൻഷുറൻസിൽ എനിക്കൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വൺ ടൈം അസറ്റാണ്. കാരണം അവർക്ക് ഞാൻ കൊടുക്കുന്ന മറ്റ് സർവീസുകളും കൂടി ആഡ് ചെയ്ത് ഞാൻ കൊടുക്കുമ്പോൾ അവർക്ക് എന്നിലേക്ക് കൂടുതൽ അട്രാക്ഷനും അതേപോലെ തന്നെ ഞാൻ അതേപോലെ സർവീസും കൂടെ കൊടുക്കുമ്പോൾ എനിക്കൊരു ക്ലയൻ്റായി മാറുകയാണ്. ഒരു കസ്റ്റമറായി വന്നിട്ട് അത് ക്ലയൻ്റായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് തന്നെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇൻഷുറൻസ് കൊണ്ട് മാത്രം എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്തത് 70,000 അടുത്താണ്. അതേപോലെ തന്നെ ഈ വർഷം അതിൻ്റെ റിന്യൂവൽ വരുന്നുണ്ട്. അതുകൂടാതെ ഈ വർഷം പുതുതായി വന്ന കസ്റ്റമേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ റിന്യൂവൽ അടുത്ത വർഷം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു കോമ്പൗണ്ടിങ് പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പിന്നെ ജോലി, പല സ്ഥാപനങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മൊബൈൽ ഫോണിൻ്റെ സർവീസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഒരു വീട്ടിൽ നമ്മുടെ ആത്മാവിനെ പോലെ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ മൊബൈൽ. അതൊരു 10 മിനിറ്റ് നേരത്തേക്കോ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്കോ വർക്ക് ആവാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ പാനിക്കാവും. അപ്പോൾ അത് പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏതിൽ അറ്റം വരെയും പേയ്മെൻറ്റ് മുടക്കാനും ഇതിനൊക്കെ തയ്യാറുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽഡ് ഈ ഒരു സമയത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ട് എവിടെ ഇട്ടാലും സക്സസ് ആവുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ഞാനതും എൻ്റെ മനസ്സിൽ പ്ലാനിങ് ഒന്നും വിളിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ പ്ലാൻ ഉണ്ട് എൻ്റെ ഉള്ളിൽ. ദൈവത്തിനും സീസറിനെന്ന് പണ്ടൊരു സിനിമയിൽ ഒരു ഡയലോഗ് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ളത് ദൈവം എനിക്ക് തരും. എൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആളുകൾ വരാനുള്ളവർ വരും, ഞാൻ ചെന്ന് തേടിപ്പിടിക്കാനുള്ളത് ഞാൻ ചെന്ന് തേടിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഹോക്രാസ്. ഓക്കെ ഗായ്സ്.